29/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇവിടെ പഠനം പഠിക്കുവാനായി വന്നിരിക്കുന്നു. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. പഠനം കണ്ണുകൾ തുറന്നാണ് പഠിക്കാനുള്ളത്. ചോദ്യം: ഇപ്പോൾ കുട്ടികളായ നിങ്ങളിൽ ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത ഏതൊരു ശീലമാണ് ഭക്തി മാർഗത്തിൽ ഭക്തർക്കുള്ളത്? ഉത്തരം: ഭക്തിയിൽ ഏതെങ്കിലും ദേവതയുടെ മൂർത്തിയുടെ മുന്നിൽ പോയി എന്തെങ്കിലുമൊക്കെ യാചിച്ചുകൊണ്ടിരിക്കുന്നു. അവരിൽ യാചനയുടെ ശീലം ഉണ്ടാകുന്നു. ലക്ഷ്മിയുടെ മുന്നിൽ പോകുമ്പോൾ ധനം യാചിക്കും, എന്നാൽ ഒന്നും ലഭിക്കുന്നുമില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങളിൽ ഈ ശീലം ഇല്ല. നിങ്ങൾ ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയാണ്. നിങ്ങൾ സത്യമായ വിചിത്രമായ ബാബയെ നോക്കിക്കൊണ്ടിരിക്കൂ. ഇതിൽ തന്നെയാണ് നിങ്ങളുടെ സത്യമായ സമ്പാദ്യം ഉള്ളത്. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പാഠശാലയാണ്. എന്നാൽ ഇവിടെ ഏതെങ്കിലും ചിത്രത്തെ, അതായത് ദേഹധാരിയെ നോക്കേണ്ടതില്ല. ഇവിടെ കാണുമ്പോഴും ബുദ്ധി ആ ഭാഗത്തേക്ക് പോകണം. ആ ഒന്നിന് ഒരു ചിത്രമില്ല. സ്കൂളിൽ കുട്ടികളുടെ അറ്റൻഷൻ എപ്പോഴും ടീച്ചറിൽ ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റേത് കേൾക്കേണ്ടതുണ്ട്, പിന്നെ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. ടീച്ചർ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം എന്ന് സൂചന നൽകാറുണ്ടല്ലോ. എന്നാൽ ഇവിടെ ഇത് വിചിത്രമായ സ്കൂളാണ്. കാരണം വിചിത്രമായ പഠനമാണ്. ആ ഒന്നിന് ഒരു ചിത്രമില്ല. അപ്പോൾ പഠനത്തിൽ കണ്ണുകൾ തുറന്നിരിക്കേണ്ടത് ആവശ്യമാണ്. സ്കൂളിൽ ടീച്ചറിൻ്റെ മുന്നിൽ എപ്പോഴെങ്കിലും കണ്ണടച്ച് ഇരിക്കാറുണ്ടോ? ഭക്തിമാർഗത്തിൽ കണ്ണുകൾ അടച്ച് മാല ജപിക്കുന്നതിൻ്റെയും മറ്റും ശീലം ആയിരിക്കുകയാണ്. സന്യാസിമാരും കണ്ണുകൾ അടച്ച് ഇരിക്കുന്നു. അവരാണെങ്കിൽ സ്ത്രീയെ നോക്കുന്നത് പോലുമില്ല, മനസ്സ് എവിടെയെങ്കിലും ചഞ്ചലമാകാതിരിക്കുന്നതിനു വേണ്ടി. എന്നാൽ ഇക്കാലത്ത് ലോകം തമോ പ്രധാനമാണ്. ബാബ കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇവിടെ നിങ്ങൾ ശരീരത്തെ കാണുന്നുണ്ട് എങ്കിലും ബുദ്ധി ആ വിചിത്രമായ ഒന്നിൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നു. ശരീരത്തെ കാണുമ്പോഴും ആ വിചിത്രമായതിനെ ഓർമ്മിക്കുന്ന ഏതെങ്കിലും സാധു സന്യാസിമാർ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, ഈ രഥത്തിൽ ആ ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് സംസാരിക്കുന്നത്, ചെയ്യുന്നതും എല്ലാം ആത്മാവ് തന്നെയാണ്. ശരീരം ഒന്നും ചെയ്യുന്നില്ല, ആത്മാവാണ് കേൾക്കുന്നത്. ആത്മീയ ജ്ഞാനം അഥവാ ഭൗതിക ജ്ഞാനം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ആത്മാവ് തന്നെയാണ്. ആത്മാവാണ് ഭൗതിക ടീച്ചറാകുന്നത്. ശരീരത്തിലൂടെ ഭൗതിക പഠനം പഠിപ്പിക്കുന്നു, അതും ആത്മാവ് തന്നെയാണ് പഠിക്കുന്നത്. നല്ലതോ മോശമോ ആയ സംസ്കാരം ആത്മാവ് തന്നെയാണ് ധാരണം ചെയ്യുന്നത്. ശരീരമാണെങ്കിൽ ചാരമായി മാറുന്നു. ഇതും ഒരു മനുഷ്യനും അറിയുന്നില്ല. അവർക്ക് ഞാൻ ഇന്നയാളാണ്, ഞാൻ പ്രൈം മിനിസ്റ്ററാണ് എന്ന് ദേഹാഭിമാനമുണ്ട്. ഞാൻ ആത്മാവ് ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ ശരീരം എടുത്തിരിക്കുകയാണ് എന്ന് പറയുകയില്ല. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം ആത്മാവ് തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവ് അവിനാശിയാണ്. ശരീരം കേവലം ഇവിടെ പാർട്ട് അഭിനയിക്കുന്നതിനായി ലഭിച്ചിരിക്കുന്നു. ഇതിൽ അഥവാ ആത്മാവ് ഇല്ലായിരുന്നു എങ്കിൽ ശരീരത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. ആത്മാവ് ശരീരത്തിൽ നിന്നും മാറിപ്പോകുമ്പോൾ ഒരു ജഡം പോലെ കിടക്കുന്നു. ആത്മാവിനെ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. അത് സൂക്ഷ്മമാണല്ലോ. ബാബ പറയുന്നു, ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾക്കും ഇത് ബുദ്ധിയിലുണ്ട്. നമ്മളെ ശിവബാബ ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുന്നു. ഇതും സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു, ചിലരാണെങ്കിൽ അല്പം പോലും മനസ്സിലാക്കുന്നില്ല.
ഉള്ളത് തന്നെ കേവലം ഈ ഒരു കാര്യമാണ്. അൽഫ് എന്നാൽ ഭഗവാൻ, ബാബ. കേവലം ഭഗവാൻ എന്നും ഈശ്വരൻ എന്നും പറയുമ്പോൾ പിതാവിൻ്റെ ബന്ധം ഉണ്ടായിരിക്കുന്നില്ല. ഈ സമയത്ത് എല്ലാവരും കല്ലുബുദ്ധിയാണ്. കാരണം രചയിതാവായ പിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നില്ല. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സംഗമയുഗമാണ്. ഇതാർക്കും അറിയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മുൻപ് നമ്മളും അറിഞ്ഞിരുന്നില്ല. ബാബ ഇപ്പോൾ നിങ്ങളെ ഇവിടെ ജ്ഞാനം കൊണ്ട് അലങ്കരിക്കുന്നു. പിന്നെ ഇവിടെ നിന്നും പുറത്തു പോകുമ്പോൾ മായ പൊടിയിൽ ഉരുട്ടി ജ്ഞാനത്തിൻ്റെ അലങ്കാരം കേടാക്കുന്നു. ബാബ അലങ്കരിക്കുന്നു. പക്ഷേ സ്വന്തം പുരുഷാർത്ഥവും ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില കുട്ടികൾ അലങ്കാരം ഉണ്ടായിട്ടേയില്ല എന്ന രീതിയിൽ വന്യമായി സംസാരിക്കുന്നു. എല്ലാം മറന്നുപോകുന്നു. ലാസ്റ്റ് നമ്പറിൽ ഏത് സ്റ്റുഡൻ്റാണോ ഇരിക്കുന്നത് അവർക്ക് പഠനത്തിൽ ഇത്രയും താല്പര്യം തോന്നുന്നില്ല. പിന്നെ ഫാക്ടറിയിലും മറ്റും സർവീസ് ചെയ്ത് ധനികരായി മാറുന്നു. ഒന്നും പഠിച്ചിട്ടില്ല. ഇതാണെങ്കിൽ വളരെ ഉയർന്ന പഠനമാണ്. പഠനമില്ലാതെ ഭാവിയിൽ പദവി ലഭിക്കുക സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ധനികനാകാൻ തക്കവണ്ണം ഫാക്ടറിയിലും മറ്റും ഇരുന്ന് ജോലി ചെയ്യേണ്ടതില്ല. ഇവയെല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. കൂടെ വരുന്നത് കേവലം അവിനാശി സമ്പാദ്യമാണ്. നിങ്ങൾക്കറിയാം, മനുഷ്യർ മരിക്കുമ്പോൾ ഒഴിഞ്ഞ കൈയോടെയാണ് പോകുന്നത്. കൂടെ യാതൊന്നും കൊണ്ടുപോവുകയില്ല. നിങ്ങൾ നിറഞ്ഞ കൈയോടെ പോകും. ഇതിനെ പറയുന്നത് സത്യമായ സമ്പാദ്യം എന്നാണ്. നിങ്ങളുടെ ഈ സത്യമായ സമ്പാദ്യം 21 ജന്മത്തേക്ക് ഉണ്ടാകും. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് സത്യമായ സമ്പാദ്യം ഉണ്ടാക്കിക്കുന്നത്. കുട്ടികളായ നിങ്ങൾ ഈ ചിത്രത്തെ കാണുന്നു. എന്നാൽ ഓർമ്മിക്കുന്നത് വിചിത്രമായ ബാബയെയാണ്. കാരണം നിങ്ങളും ആത്മാവാണ്. അപ്പോൾ ആത്മാവ് തൻ്റെ പിതാവിനെ തന്നെയാണ് നോക്കുന്നത്. ആ ഒന്നിൽ നിന്നും പഠിക്കുന്നു. ആത്മാവിനെയും പരമാത്മാവിനെയും നിങ്ങൾ കാണുന്നില്ല. എന്നാൽ ബുദ്ധിയിലൂടെ അറിയുന്നു. ഞാൻ ആത്മാവ് അവിനാശിയാണ്. ഈ ശരീരം വിനാശിയാണ്. ഈ ബാബയും മുന്നിൽ കുട്ടികളായ നിങ്ങളെ കാണുന്നുണ്ട്. എങ്കിലും ബുദ്ധിയിലുണ്ട്. ആത്മാക്കൾക്കാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നുവോ അത് സത്യം തന്നെ സത്യമാണ്. ഇതിൽ അസത്യം അല്പം പോലുമില്ല. നിങ്ങൾ സത്യഖണ്ഡത്തിൻ്റെ അധികാരിയാകുന്നു. ഇത് അസത്യഖണ്ഡമാണ്. അസത്യഖണ്ഡമാണ് കലിയുഗം. സത്യഖണ്ഡമാണ് സത്യയുഗം. രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. പേര് തന്നെ സുഖധാമം എന്നാണ്. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ആ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നത്. ആ ഒന്നിന് ഒരു ചിത്രമില്ല. മറ്റെല്ലാവർക്കും ചിത്രമുണ്ട്. ആ ഒന്നിൻ്റെ ആത്മാവിൻ്റെ നാമം മാറുന്നുണ്ടോ? ആ ഒന്നിൻ്റെ നാമം തന്നെ ശിവൻ എന്നാണ്. മറ്റെല്ലാവരെയും ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ശരീരത്തിനാണ് പേര് വയ്ക്കപ്പെടുന്നത്. ശിവലിംഗം നിരാകാരമാണ്. ജ്ഞാനത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം. ഇത് ശിവന്റെ മഹിമയാണ്. അത് പിതാവുമാണ്. അപ്പോൾ പിതാവിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. രചനയ്ക്ക് രചനയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. സമ്പത്ത് രചയിതാവാണ് തൻ്റെ കുട്ടികൾക്ക് നൽകുന്നത്. സ്വന്തം കുട്ടികൾ ഉണ്ടായിരിക്കുമ്പോൾ സഹോദരൻ്റെ കുട്ടികൾക്ക് സമ്പത്ത് നൽകുമോ? ഈ പരിധിയില്ലാത്ത പിതാവ് തൻ്റെ പരിധിയില്ലാത്ത കുട്ടികൾക്ക് സമ്പത്ത് നൽകുന്നു. ഇത് പഠനമാണല്ലോ. ഏതുപോലെ പഠനത്തിലൂടെ മനുഷ്യർ ബാരിസ്റ്ററും മറ്റും ആകുന്നു. പഠിപ്പിക്കുന്നയാളോടും പഠനത്തോടും യോഗമുണ്ടായിരിക്കും. ഇത് പഠിപ്പിക്കുന്നത് വിചിത്രനാണ്. നിങ്ങൾ ആത്മാക്കളും വിചിത്രമാണ്. ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കൂ, നമ്മളെ ബാബ പഠിപ്പിക്കുന്നു. ഒരേ ഒരു തവണ ബാബ വന്ന് പഠിപ്പിക്കുന്നു. പഠിക്കുന്നത് ആത്മാവാണല്ലോ. ദുഃഖവും സുഖവും ആത്മാവാണ് അനുഭവിക്കുന്നത്. എന്നാൽ ശരീരത്തിലൂടെയാണ്.
ആത്മാവ് മാറിപ്പോയാൽ പിന്നെ ശരീരത്തെ എത്ര തന്നെ അടിച്ചാലും മണ്ണിനെ അടിക്കുന്നത് പോലെയാണ്. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. നമ്പർ വൈസായാണ് ധാരണ ചെയ്യുന്നത് എന്നത് ബാബ അറിയുന്നുണ്ട്. ചിലരാണെങ്കിൽ തീർത്തും വിഡ്ഢികളാണ്, ഒന്നും മനസ്സിലാക്കുന്നില്ല. ജ്ഞാനമാണെങ്കിൽ വളരെ സഹജമാണ്. അന്ധർക്കും കൈയില്ലാത്തവർക്കും മുടന്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് ആത്മാവിനാണല്ലോ മനസ്സിലാക്കിച്ചു തരുന്നത്. ആത്മാവ് കൈയില്ലാത്തതോ മുടന്തനോ ഒന്നും ആകുന്നില്ല, ശരീരമാണ് ആകുന്നത്. ബാബ എത്ര നല്ല രീതിയിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ ഭക്തിമാർഗത്തിലെ കണ്ണുകൾ അടച്ചിരിക്കുന്നതിൻ്റെ ശീലം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയും കണ്ണുകൾ അടച്ച് ഇരിക്കുന്നു, ലഹരി പിടിച്ചവരെ പോലെ. ബാബ പറയുന്നു, കണ്ണുകൾ അടയ്ക്കാതിരിക്കൂ. മുന്നിൽ കാണുമ്പോഴും ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. എത്ര സഹജമാണ്. എന്നിട്ടും പറയുന്നു, ബാബ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല. ആരിൽ നിന്നാണോ പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നത്, ആ ലൗകിക പിതാവിനെ മരിക്കുന്നത് വരെയും ഓർമ്മിക്കുന്നു. ഇതാണെങ്കിൽ സർവ ആത്മാക്കളുടെയും പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്നിനെ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലേ? ആ ബാബയെ വിളിക്കുകയും ചെയ്യുന്നു, ഓ ഗോഡ് ഫാദർ, ഗൈഡ് മീ. വാസ്തവത്തിൽ ഈ പറയുന്നതും തെറ്റാണ്. ബാബ കേവലം ഒരാളുടെ ഗൈഡല്ല ആകുന്നത്. ആ ഒന്ന് പരിധിയില്ലാത്ത ഗൈഡാണ്. ഒരാളെ ആയിരിക്കില്ല ലിബറേറ്റ് ചെയ്യുന്നത്. ബാബ പറയുന്നു, ഞാൻ വന്ന് സർവരുടെയും സദ്ഗതി ഉണ്ടാക്കുന്നു. ഞാൻ വരുന്നത് തന്നെ സർവരെയും ശാന്തിധാമത്തിലേക്ക് അയക്കാനാണ്. ഇവിടെ യാചിക്കേണ്ട ആവശ്യമില്ല. പരിധിയില്ലാത്ത പിതാവാണല്ലോ. അവരാണെങ്കിൽ പരിധിയുള്ളതിൽ വന്ന് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹേ പരമാത്മാവേ, എനിക്ക് സുഖം നൽകൂ, ദുഃഖം മാറ്റൂ. ഞാൻ പാപിയും താഴ്ന്നവനുമാണ്, അങ്ങ് ദയ കാണിക്കൂ. ബാബ പറയുന്നു, ഞാൻ പരിധിയില്ലാത്ത പഴയ സൃഷ്ടിയെ പുതിയതാക്കുവാൻ വന്നിരിക്കുന്നു. പുതിയ സൃഷ്ടിയിൽ ദേവതമാർ വസിക്കുന്നു. ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. നിങ്ങൾ പൂർണ്ണമായും പതീതരായി മാറുമ്പോൾ. ഇത് ആസുരീയ സമ്പ്രദായമാണ്. സദ്ഗുരു ഒരാൾ തന്നെയാണ്, സത്യം പറയുന്നവൻ. ആ ഒന്ന് പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ബാബ പറയുന്നു, ഈ മാതാക്കൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നവർ. ഗേറ്റ് വേ ടു ഹെവൻ എന്ന് എഴുതിയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതും മനുഷ്യർ മനസ്സിലാക്കുന്നൊന്നുമില്ല. നരകത്തിൽ കിടക്കുകയാണല്ലോ, അതിനാൽ വിളിക്കുന്നു. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു തരുന്നു. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനും തിരികെ കൊണ്ടുപോകുവാനുമാണ്. ഇപ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. എല്ലാവരെയും ഒരേ ഒരു കാര്യം കേൾപ്പിക്കൂ. ബാബ പറയുന്നു, മായാജീത്തും ജഗത് ജീത്തുമാകൂ. ഞാൻ നിങ്ങൾക്കേവർക്കും ജഗത്തിൻ്റെ അധികാരി ആക്കാനുള്ള വഴി പറഞ്ഞു തരുന്നു. പിന്നെ ദീപാവലിക്ക് ലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നു. ലക്ഷ്മിയോട് ധനം യാചിക്കുന്നു. ആരോഗ്യം നന്നാക്കൂ, ആയുസ് നീണ്ടതാക്കൂ എന്ന് പറയുന്നില്ല. നിങ്ങളാണെങ്കിൽ ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. ആയുസ് എത്ര നീണ്ടതാകുന്നു. ഇപ്പോൾ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എല്ലാം നൽകുന്നു. അവരാണെങ്കിൽ ലക്ഷ്മിയിൽ നിന്നും കേവലം മൺകട്ടകളാണ് യാചിക്കുന്നത്, അതായത് തുച്ഛമായത്. അതും ലഭിക്കുന്നതുമില്ല. ഇത് ഒരു ശീലമായിരിക്കുകയാണ്. ദേവതമാരുടെ മുന്നിൽ പോകുമ്പോൾ ഭിക്ഷ യാചിക്കും. ഇവിടെയാണെങ്കിൽ നിങ്ങൾ ബാബയോട് ഒന്നും യാചിക്കേണ്ടതില്ല. നിങ്ങളോട് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ അധികാരിയായി മാറും. സൃഷ്ടിചക്രത്തെ അറിയുന്നതിലൂടെ ചക്രവർത്തി രാജാവാവുകയും ചെയ്യും. ദൈവിക ഗുണവും ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഒന്നും പറയേണ്ട ആവശ്യമേ ഇല്ല. ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു എന്നിരിക്കെ
ഇപ്പോൾ നിങ്ങൾ ഈ ഒന്നിൻ്റെ പൂജ ചെയ്യുമോ? നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ സ്വയം തന്നെ ഇതാവുകയാണ്. പിന്നെ ഈ 5 തത്വങ്ങളുടെ എന്ത് പൂജ ചെയ്യുവാനാണ്? നമുക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി ലഭിക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യുവാനാണ്? ഇപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിലോ മറ്റോ പോവുകയില്ല. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രികളാണ്. ജ്ഞാനത്തിൽ ഒരു വാക്കാണുള്ളത്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇത്രമാത്രം. ഓർമ്മയിലൂടെ നിങ്ങളുടെ പാപം ഇല്ലാതായിക്കൊണ്ടിരിക്കും. സദോ പ്രധാനമായി മാറും. നിങ്ങൾ തന്നെയാണ് സർവഗുണ സമ്പന്നമായിരുന്നത്, വീണ്ടും ആകേണ്ടി വരും. ഇതും മനസ്സിലാക്കുന്നില്ല. കല്ലുബുദ്ധികളോട് ബാബയ്ക്ക് എത്ര തലയിട്ടടിക്കേണ്ടി വരുന്നു? ഈ നിശ്ചയം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ഈ കാര്യങ്ങൾ ഒരു ബാബയ്ക്കല്ലാതെ ഏതെങ്കിലും സാധു സന്യാസിമാർക്കോ മറ്റോ പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇദ്ദേഹം ഈശ്വരനൊന്നുമല്ല. ഇദ്ദേഹം വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലാണ്. ഞാൻ പ്രവേശിക്കുന്നത് തന്നെ ആരാണോ മുഴുവൻ 84 ജന്മങ്ങളും എടുത്തത് അതിലാണ്. ഗ്രാമത്തിലെ ബാലനായിരുന്നു, പിന്നെ ശ്യാമസുന്ദരം ആകുന്നു. ഇദ്ദേഹം പൂർണ്ണമായും ഗ്രാമത്തിലെ ബാലനായിരുന്നു. പിന്നെ എപ്പോഴാണോ അല്പം സാധാരണമായത്, അപ്പോൾ ബാബ പ്രവേശിച്ചു. കാരണം ഇത്രയും ഭക്തി ഉണ്ടാകണമായിരുന്നു. ഇവരെ ആര് പഠിപ്പിക്കുവാനാണ്? അപ്പോൾ തീർച്ചയായും വേണ്ടതും സാധാരണമായതാണല്ലോ. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിക്കുന്നു. ആരാണോ ഏറ്റവും പതീതമായത് അതുതന്നെ വീണ്ടും പാവനമാകും. 84 ജന്മങ്ങൾ ഇദ്ദേഹം എടുത്തു. തത്വം. ഒരാൾ ആയിരിക്കില്ല, ധാരാളം പേരുണ്ടല്ലോ. സൂര്യവംശിയും ചന്ദ്രവംശിയും ആകുന്നവർ തന്നെയാണ് ഇവിടെ വരുന്നത്, നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. മറ്റുള്ളവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. വൈകി വരുന്നവർ ജ്ഞാനവും അല്പമായിരിക്കും കേൾക്കുന്നത്, പിന്നീട് വൈകി തന്നെ വരും. ശരി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ ഏതൊരു ജ്ഞാനത്തിൻ്റെ അലങ്കാരം ചെയ്യുന്നുവോ അത് നിലനിർത്താനുള്ള പുരുഷാർത്ഥം ചെയ്യണം. മായയുടെ പൊടിയിൽ ജ്ഞാനത്തിൻ്റെ അലങ്കാരം കേടാക്കരുത്. പഠനം നല്ല രീതിയിൽ പഠിച്ച് അവിനാശി സമ്പാദ്യം നടത്തണം. ഈ ചിത്രത്തെ, അതായത് ദേഹധാരിയെ മുന്നിൽ കാണുമ്പോഴും ബുദ്ധി കൊണ്ട് വിചിത്രമായ ബാബയെ ഓർമ്മിക്കണം. കണ്ണുകൾ അടച്ചിരിക്കുന്നതിൻ്റെ ശീലം ഉണ്ടാക്കരുത്. പരിധിയില്ലാത്ത പിതാവിനോട് യാതൊന്നും യാചിക്കരുത്. വരദാനം. സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ഫാസ്റ്റ് സോ ഫസ്റ്റിൽ വരുന്ന തീവ്രഗതിയുള്ള പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. അവ്യക്ത പാർട്ടിൽ വന്ന ആത്മാക്കൾക്ക് ലാസ്റ്റ് സോ ഫാസ്റ്റ്, ഫാസ്റ്റ് സോ ഫസ്റ്റിൽ വരുന്നതിൻ്റെ വരദാനം പ്രാപ്തമാണ്. അപ്പോൾ സമയത്തിൻ്റെ മഹത്വത്തെ അറിഞ്ഞ് ലഭിച്ചിരിക്കുന്ന വരദാനത്തെ സ്വരൂപത്തിൽ കൊണ്ടുവരൂ. ഈ അവ്യക്ത പാലന സഹജമായി തന്നെ ശക്തിശാലിയാക്കി മാറ്റുന്ന ഒന്നാണ്. അതിനാൽ എത്ര മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നോ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബാബ്ദാദയുടെയും നിമിത്ത ആത്മാക്കളുടെയും സർവരെ പ്രതിയും സദാ മുന്നോട്ട് പറക്കുന്നതിൻ്റെ ആശീർവാദങ്ങൾ ഉള്ളത് കാരണം തീവ്രഗതിയുടെ പുരുഷാർത്ഥത്തിൻ്റെ ഭാഗ്യം സഹജമായി ലഭിച്ചിട്ടുണ്ട്. സ്ലോഗൻ. നിരാകാർ സോ സാകാർ എന്ന മഹാമന്ത്രത്തിൻ്റെ സ്മൃതിയിലൂടെ നിരന്തര യോഗിയാകൂ. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തെ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും.
ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ, അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ, ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറുന്നു.